വളരെയധികം ആത്മബന്ധമുള്ള ഒരു കുടുംബമാണ്. അതുപോലെ ആത്മബന്ധമുള്ള മണ്ഡലമാണ് ഈ സ്ഥലം. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ വരുന്ന ഒരു വീട് കൂടിയാണത്. അദ്ദേഹം ഏറ്റവും അവസാനം എൻ്റെ പിതാവ് ആ വീട്ടിൽ പോയി താമസിച്ചിട്ടാണ് വഴിക്കടവിലേക്ക് യാത്രയായത്. നിങ്ങൾക്കറിയാം, ഭാരത് ജോഡോ യാത്രയുടെ അവസാനത്തെ ദിവസവും വഴിക്കടവിൽ വന്നിട്ടാണ് അദ്ദേഹം ഞങ്ങളെ യാത്രയാക്കി തിരിച്ചു പോയതും ഞങ്ങൾ മൈസൂരിന് പോയതും. അപ്പോൾ അന്നും ഞങ്ങൾ ഈ വീട്ടിൽ വന്ന് താമസിച്ചിട്ടാണ് അവിടെ നിന്ന് യാത്രയായത്. അപ്പോൾ വലിയ ആത്മബന്ധം ഈ നാടുമായിട്ടും ഈ കുടുംബവുമായിട്ടും പ്രിയപ്പെട്ട ആര്യാട് മുഹമ്മദ് സാഹിബായിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഈ പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ പ്രചരണം എന്ന് പറയുന്നത് KC വേണുഗോപാൽ ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പ്രസ്താവനയാണ്. അത് ക്ഷീണം ചെയ്യും. പുള്ളി മുഖ്യമന്ത്രിയാണോ? കേരളത്തിന് മുഖ്യമന്ത്രി പറയേണ്ട എന്താ? ഞങ്ങളുടെ നേട്ടമല്ലേ? ശ്രീ KC വേണുഗോപാൽ ഒരു സത്യം പറഞ്ഞു. ആ സത്യം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. അദ്ദേഹം പറഞ്ഞ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുവാൻ ഇടതുപക്ഷത്തിന് പറ്റുന്നില്ല, ഉൾക്കൊള്ളുവാൻ ഇടതുപക്ഷത്തിന് പറ്റുന്നില്ല. KC വേണുഗോപാൽ പറഞ്ഞെന്താ? പെൻഷനുകൾ സമയത്ത് കൊടുക്കുന്നില്ല. ആ സമയത്ത് കൊടുക്കാത്ത പെൻഷൻ ഇപ്പൊ ഇലക്ഷൻ ആയപ്പോൾ കൊടുക്കുന്നു എന്നുള്ളതല്ലേ പറഞ്ഞോളൂ. അതിന് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതിനാ? അദ്ദേഹത്തെ വേട്ടയിടാൻ ശ്രമിക്കുന്നതിനാ? സൈബർ ആക്രമണം നടത്തുന്നതിനാ? അദ്ദേഹം പറഞ്ഞു സത്യം. ആ സത്യത്തെ ഉൾക്കൊള്ളുവാൻ ഇടതുപക്ഷത്തിനാവുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയേണ്ടത് എന്താ? ഇടതുപക്ഷം പറയേണ്ടത് എന്താ? ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിലമ്പൂരിന് വേണ്ടി 9 വർഷം ഇവരുടെ MLA ആയിരുന്നല്ലോ, ഇവരുടെ ഭരണമാണല്ലോ കേരളത്തിൽ. നിലമ്പൂരിന് വേണ്ടി എന്ത് ചെയ്തു? നിലമ്പൂരിലെ ബൈപ്പാസ് റോഡ് നടത്തിയോ? ഇല്ലേ? ആ ചോദ്യം ഒന്നാമതുണ്ട്. രണ്ടാമത്തെ ചോദ്യം പിന്നെയുണ്ട്. എന്താ? കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു? 9 വർഷം ഈ ഗവൺമെന്റ് തറക്കല്ലിട്ട് ഈ ഗവൺമെന്റ് പണി തുടങ്ങി, ഈ ഗവൺമെന്റ് പൂർത്തിയാക്കി ഒരു പദ്ധതി പറയൂ. അത് ഈ നിലമ്പൂരിലെ ജനങ്ങളോട് പറയൂ. ഒന്നുമില്ല പറയാൻ.